ജൂലൈ 19 ശനിയാഴ്ച. മത്തായി 12:14 മുതൽ 21 വരെ വാക്യങ്ങൾ. യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം ആരംഭിക്കുന്നത് ഇന്നത്തെ സുവിശേഷ വാക്യം മുതലാണ്. അവൻ്റെ ശത്രുക്കൾ യേശുവിനെ കൊല്ലാൻ പദ്ധതിയിടുന്നു. പക്ഷേ അവരെ നേരിടുന്നതിന് പകരം യേശു ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പിൻവാങ്ങി. താൻ എവിടെയാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് തൻ്റെ അനുയായികൾക്ക് മുന്നറിയിപ്പ് നൽകി. തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നിട്ടും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുക എന്ന ദൗത്യം അവൻ തുടർന്നു. ഇത് യെശയ്യാ പ്രവാചകൻ്റെ 42-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളുടെ നിവൃത്തിയാണ്. യേശു ഉദ്ധരിച്ച യെശയ്യാ പ്രവാചകൻ്റെ ആ ഭാഗം ഒരു ആർദ്രമായ ഭാഗമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ദാസനെക്കുറിച്ച് യെശയ്യാ പറയുന്നു. ഈ ദാസൻ ദൈവം പ്രസാദിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്. ദൈവം തൻ്റെ ദാസൻ്റെ മേൽ തൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. എല്ലാ ജാതികളോടും നീതിയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഈ ദാസൻ്റെ ദൗത്യം. ഇന്ന് യേശു എല്ലാവർക്കും നീതി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന വ്യക്തികളായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നാമും എല്ലാവർക്കും നീതിയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. യേശുവിനെ പോലെ നമ്മുടെ പ്രഖ്യാപനം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നുമാണ് ഉരുത്തിരിയേണ്ടത്. ഇന്ന് ദൈവം തിരഞ്ഞെടുത്ത ദാസന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു ദാസനാകുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് മനസ്സിലാക്കാൻ വേറെങ്ങും നോക്കേണ്ടതില്ല, യേശുവിനെ തന്നെ നോക്കുക. അവിടുന്ന് ഒരു പ്രത്യേക ദൗത്യമായി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യുക. അത് അവൻ പൂർണ്ണമായും നിറവേറ്റി. തന്നെ പലരും നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അവസാനം വധിക്കുകയും ചെയ്യുമെന്ന് അറിയാമായിരുന്നെങ്കിലും യേശു തൻ്റെ ജീവനെ ഭയപ്പെട്ടില്ല. തൻ്റെ ദൗത്യം അവൻ ഉപേക്ഷിച്ചില്ല. തന്നെ അയച്ചവനോട് അവൻ എന്നും അനുസരണയുള്ളവനായിരുന്നു. യേശു ദൈവമാണ്, പക്ഷേ അവൻ തൻ്റെ പിതാവിനും തൻ്റെ ജനങ്ങൾക്കും ഒരു ദാസനായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആനന്ദമാണ്. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് ചോദിക്കാൻ കഴിയുക? യേശുവിൻ്റെ സ്നേഹത്തെയും സന്ദേശത്തെയും കുറിച്ച് ലോകം അത്യധികം കേൾക്കേണ്ടതുണ്ട്. നമുക്ക് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ യേശുവിൻ്റെ സന്ദേശം പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനെ ചെയ്യാൻ നമ്മൾ ഇന്ന് തീരുമാനിക്കുമോ എന്നതാണ് ചോദ്യം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.